ഹായ് ഓൾ, വെൽക്കം ടു ഐ+ ട്രെയിനിങ് സൊല്യൂഷൻസ്. എൻ്റെ പേര് ആര്യ. അപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന കേറ്ററ്റ് കാറ്റഗറി 1 പാർട്ട് 3 ഇംഗ്ലീഷിന്റെ സർവീസ് ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള കേറ്ററ്റ് കാറ്റഗറി 1 പാർട്ട് 3 ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതിന്റെ ഒരു ടെൻറ്റേറ്റീവ് ആൻസർ കീ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും എക്സാം എന്ന് പറയുന്നത്? അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നടത്തിയ ഒരു എക്സാം ആണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? ഒരുപാട് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലായിരുന്നു. ഗ്രാമറും അതേപോലെ തന്നെ വൊക്കാബുലറിയും ഈക്വൽ ആയിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു എല്ലാം തന്നെ, അല്ലേ? പിന്നീട് പാസേജ് കുറച്ചുകൂടി ചോദിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതാകുമ്പോൾ ഒരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പാസേജിൽ നിന്ന് തന്നെ കിട്ടുമായിരുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാസേജ് ആയിരുന്നു. നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ പാസേജിൽ ഇല്ലായിരുന്നു. പിന്നീട് അതിനുശേഷം വൊക്കാബുലറി ഒക്കെ ആണെങ്കിലും അധികം എവിടെയൊക്കെയോ നമ്മൾ കേട്ടിട്ടുള്ള കുറെ ചോദ്യങ്ങളായിരുന്നു. ഗ്രാമർ ഭാഗത്ത് നിന്നൊക്കെ ആണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു ചോദിച്ചിരുന്നത്. അപ്പൊ നമുക്ക് ഒരു ടെൻറ്റേറ്റീവ് ആൻസർ ഒക്കെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നും നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 121 to 125 എന്ന് പറയുന്നത് പാസേജിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ പാസേജ് വായിച്ച് ഞാൻ സമയം കളയുന്നില്ല. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 121 എന്താണ്? Those who wanted to save and protect environment should be dash. എന്ത് വരും? നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാൻ പറ്റും എന്താണ് ഈ പാസേജിൽ പറയുന്നത്. എൻവയോൺമെന്റ് പ്രൊട്ടക്ഷനെ കുറിച്ചാണ്, അല്ലെ? ജാദവ് പായേങ് എന്ന് പറയുന്ന ഒരു വ്യക്തി എന്താണ് പ്ലാന്റ്സ് എന്താണ് നടുന്നു, അല്ലെ? ട്രീസ് നടുന്നു. അപ്പൊ അതെന്താണ് ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ സ്വയം 2009 അദ്ദേഹം ആസാം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അല്ലെ, ആസാമിലെ ഒരു ഐലൻഡിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഈ ട്രീസ് നടാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് അതെന്താണ്, അത് വലിയൊരു ഫോറസ്റ്റ് ആയിട്ട് മാറും. അതാണ് ഈ ഒരു പാസേജിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? Those who wanted to save and protect environment should be എന്തായിരിക്കണം? സിൻസിയർ ആയിരിക്കണം, കമ്മിറ്റഡ് ആയിരിക്കണം, ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, അല്ലെ? അപ്പൊ ഇത് മൂന്നും വേണം. ഓൾ ദി അബോവ് ആണ്, അല്ലെ? സിൻസിയർ ആയിരിക്കണം, കമ്മിറ്റഡ് ആയിരിക്കണം, ഡെഡിക്കേറ്റഡും ആയിരിക്കണം. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഓൾ ദി അബോവ് എന്ന് പറയുന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 122. വാട്ട് ഈസ് ദ മെയിൻ ഐഡിയ ഓഫ് പാസേജ് എബോവ്? താഴെ തന്നിരിക്കുന്ന പാസേജ്, അല്ലെ മുകളിൽ തന്നിരിക്കുന്ന പാസേജിന്റെ മെയിൻ കണ്ടന്റ് എന്താണ്? ഫോറസ്റ്റ് ആർ പ്ലേസസ് വെയർ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ലിവ്. എലഫന്റ്സ് നീഡ് ഫോറസ്റ്റ് ആസ് ദെയർ ഹാബിറ്റാറ്റ്. പ്ലാന്റിംഗ് ട്രീസ് ഈസ് ആൻ ഈസി ടാസ്ക്. ഈവൻ എ സിംഗിൾ ഇൻഡിവിജ്വൽസ് ഡെഡിക്കേഷൻ ക്യാൻ ബ്രിങ് ഗ്രേറ്റ് ചേഞ്ച്. ഇപ്പൊ എന്താണ് നമുക്കറിയാം, എന്താണ് ഈ ജാദവ് പായേങ് എന്ന് പറയുന്ന വ്യക്തി, അല്ലെ? അപ്പൊ അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷൻ ഒന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹം എന്താണ് ഈ ഒരു ഫോറസ്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചത്. അദ്ദേഹത്തിന്റെ ഒരു ഡെഡിക്കേഷൻ കൊണ്ടാണ്. അപ്പൊ ഈ ഒരു പാസേജ് എന്താണ് മീൻ ചെയ്ത് ശരിക്കും? ഇവൻ എ സിംഗിൾ ഇൻഡിവിജ്വൽസ് ഡെഡിക്കേഷൻ ക്യാൻ ബ്രിങ് ഗ്രേറ്റ് ചേഞ്ച്. അപ്പൊ ഒരാളുടെ ഡെഡിക്കേഷൻ കൊണ്ട് നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ഈ ഒരു പാസേജിന്റെ ഉള്ളടക്കം. ക്വസ്റ്റ്യൻ നമ്പർ 123. വാട്ട് ഡസ് ദ പാസേജ് ടീച്ചേഴ്സ് അബൌട്ട് ദി എൻവയോൺമെന്റ്? എൻവയോൺമെന്റിനെ കുറിച്ച് പാസേജ് എന്താണ് പറയുന്നത്? അവർ എൻവയോൺമെന്റ് ഈസ് നൗ സേഫ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. അവർ എൻവയോൺമെന്റ് ഈസ് അണ്ടർ സീരിയസ് ത്രെറ്റ്. ഈവൻ individual actions can protect and improve it. It cannot be changed by people alone. എന്തുവരും? എൻവയോൺമെന്റിനെ കുറിച്ച് അല്ല, ആ പാസേജിൽ എൻവയോൺമെന്റിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ഈവൻ ഇൻഡിവിജ്വൽ ആക്ഷൻസ് ക്യാൻ പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് ഇറ്റ്, അല്ലെ? അപ്പൊ ഓരോ വ്യക്തിയുടെയും കാര്യങ്ങൾ, അല്ലെ, അവർ ചെയ്യുന്ന പ്രവർത്തികൾ കൊണ്ട് എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാനും അതേപോലെ തന്നെ അതിന്റെ കാര്യങ്ങൾ മാറ്റിയെടുക്കാനും സാധിക്കുമെന്നാണ് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 124. In 2009 ജാദവ് സ്റ്റാർട്ടഡ് ഡാഷ്. അപ്പൊ നോക്കുക, ഇവിടെ 2009 എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ എന്താണ്? ജാദവ് പായേങ്, എ യങ് ബോയ് ഇൻ ഇന്ത്യ, സ്റ്റാർട്ടഡ് പ്ലാന്റിംഗ് ട്രീസ് ഓൺ എ ബാരൻ ഐലൻഡ് ഇൻ ആസാം, അല്ലെ? ഇപ്പൊ എന്താണ് അദ്ദേഹം 2009 ചെയ്തത്? ഡെവലപ്പിംഗ് ഹാബിറ്റാറ്റ്സ് ഫോർ എലഫന്റ്സ് ആണോ? അല്ല. ഫൈൻഡിങ് ഏരിയാസ് ഫോർ ആനിമൽസ് ടു ലിവ്, അതുമല്ല. ക്ലീനിങ് ബാരൻ ഐലൻഡ്സ്, അതുമല്ല. എന്താണ് ആൻസർ? പ്ലാന്റിംഗ് ട്രീസ് ആണ്, അല്ലെ? അപ്പൊ ഫുള്ള് നമ്മൾ പാസേജ് വായിച്ച് സമയം കളയാതെ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഇവിടെ തരുന്ന വേർഡ്സ് ഒക്കെ നോക്കുക. ആ വേർഡ്സ് പാസേജിൽ എവിടെയാണോ ആ ഭാഗം വായിച്ച് നോക്കുക. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 125. വാട്ട് വാസ് ദ ഔട്ട്കം ഓഫ് ജാദവ്സ് എഫേർട്സ്? എന്താണ്? The island became barren. The island turned into a forest. A new zoo was created. A new city was built. എന്താണ്? അപ്പം ജാദവിന്റെ എഫേർട്ട് കൊണ്ടുള്ള ഔട്ട്കം എന്താണ്? ദ ഐലൻഡ് ടേൺഡ് ഇൻടു എ ഫോറസ്റ്റ്. ആ ഒരു ബാരൻ ഐലൻഡ് ആയിരുന്നു, അത് പിന്നീട് എന്തായിട്ട് മാറി? ഇറ്റ് ബിക്കെയിം എ ഫോറസ്റ്റ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 125 ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് നമ്മുടെ ഗ്രാമർ ആൻഡ് വൊക്കാബുലറി പോർഷൻസിലേക്ക് വരികയാണ്. 126. Dash all the members voted against. The proposal was rejected outright. നോക്കിക്കേ, എന്തൊക്കെയാണ്? ബിക്കോസ് ഓഫ്, അപ്പാർട്ട് ഫ്രം, സിൻസ്. എന്തായിരിക്കും വരുന്നത്? ബിക്കോസ് ആണോ, ബിക്കോസ് ഓഫ് ആണോ, അപ്പാർട്ട് ഫ്രം ആണോ, സിൻസ് ആണോ വരുന്നത്? സിൻസ് ഓൾ ദ മെമ്പേഴ്സ് വോട്ടഡ് അഗെയിൻസ്റ്റ് ദി പ്രപ്പോസൽ,
വോട്ടഡ് അഗെയിൻസ്റ്റ് ദ പ്രപ്പോസൽ വാസ് റിജക്റ്റഡ് അല്ലെ, റിജക്റ്റഡ് ഔട്ട് റൈറ്റ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, സോറി ഓപ്ഷൻ ഡി ആണ്, സിൻസ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 127. Joggers dash step on the grass in the park. Joggers dash step on the grass in the park. Mustn't, doesn't, needn't, couldn't. ഇതായിരിക്കും വരുന്നത്. അതൊരു കർശനമായിട്ട് കമ്പൽ ചെയ്ത് പറയുകയാണ്. ജോഗേഴ്സ് എന്താണ്, ഗ്രാസിലേക്ക് എൻറ്റർ ചെയ്യാനേ പാടില്ല. അപ്പൊ എന്തായിരിക്കും ഇവിടെ വരുന്നത്, മസിന്റ് ആയിരിക്കും വരുന്നത് അല്ലെ, കമ്പൽ ചെയ്ത് പറയുകയാണ്, ഒരിക്കലും ചെയ്യരുത് എന്നുള്ള രീതിയിൽ പറയുകയാണ്. സോ മസിന്റ് ആണ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 128. The report was examined meticulously. This means the report was examined dash. ഇതൊരു ആൻസർ, മെറ്റിക്കുലസ്ലി എന്ന് പറയുന്ന വേർഡിന് സ്യൂട്ടബിൾ ആയിട്ടല്ല, അതിന്റെ മീനിങ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കെയർലെസ്ലി ആൻഡ് ഹേസ്ലി, തറലി ഇൻ ഡീറ്റെയിൽ, ക്വിക്ലി, ഇൻഡിഫറൻറ്റ്ലി. എന്തായിരിക്കും നമുക്കറിയാം, മെറ്റിക്കുലസ്ലി എന്ന് പറയുന്ന വേർഡ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്താണ്, തറലി ഇൻ ഡീറ്റെയിൽ, വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സാമിൻ ചെയ്യിക്കണം, അതിനെയാണ് മെറ്റിക്കുലസ്ലി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പ്രിഫിക്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ബിഫോർ ദി വേർഡ് ക്ലോസ് ഈസ് ഡാഷ്. അപ്പൊ നമ്മൾ പ്രിഫിക്സിനെ കുറിച്ച് സഫിക്സ്, ഇൻഫിക്സ് അങ്ങനെ കുറെ പഠിച്ചിട്ടുണ്ട് അല്ലെ. പ്രിഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേർഡിന് മുൻപ് ചേർക്കുന്ന ലെറ്റേഴ്സിനെയാണ് പ്രിഫിക്സ് എന്ന് പറയുന്നത്. വേർഡിന് ശേഷമാണ് ഈ ലെറ്റേഴ്സ് ആഡ് ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും, സഫിക്സ് എന്ന് പറയും അല്ലെ. അപ്പൊ ക്ലോസ് എന്ന് പറയുന്ന വേർഡിന് മുൻപിൽ ആഡ് ചെയ്യുന്ന, അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ് ഏതാണെന്നാണ്, സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രിഫിക്സ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അൺ, ഡിസ്, ഇൽ, മിസ്. എന്തായിരിക്കും വരുന്നത്, ഡിസ്ക്ലോസ് ആണ് അല്ലെ, ക്ലോസ്, ഡിസ്ക്ലോസ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. The idiom burn the midnight oil means dash. Burn the midnight oil എന്ന് പറയുന്ന ഇഡിയത്തിന്റെ മീനിങ് എന്താണ്? Go to bed late, to take a nap, to relax and enjoy, to stay awake and work late at night. Burn the midnight oil എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വളരെ ലേറ്റ് ആയിട്ട് രാത്രിയിൽ എന്തെങ്കിലും ജോലി ചെയ്യുക അല്ലെ പഠിക്കുകയൊക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, രാത്രിയിൽ ഉറക്കം വിളച്ചിരുന്ന് ചെയ്യുന്ന കാര്യത്തിനെയാണ് burn the midnight oil എന്ന് പറയുന്നത്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, to stay awake and work late at night. Okay, next question. A teacher of English should dash. Not use mother tongue in her class. Classil mother tongue use ചെയ്യാനേ പാടില്ല. Use mother tongue only if it is found necessary. ആവശ്യമുണ്ടെങ്കിൽ മാത്രം mother tongue യൂസ് ചെയ്യുക. Transact through mother tongue. mother tongueലൂടെ എന്താ ചെയ്യുക, കുട്ടികളോട് ഇന്ററാക്ട് ചെയ്യുക. ട്രാൻസ്ലേറ്റ് എവറിത്തിങ് ഇൻ മദർ ടങ്. എല്ലാ കാര്യങ്ങളും മദർ ടങ്ങിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. എന്തായിരിക്കും ഒരു ഇംഗ്ലീഷ് ടീച്ചർ ശരിക്കും ചെയ്യേണ്ടത്? യൂസ് മദർ ടങ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ഫൗണ്ട് നെസസറി. ആവശ്യമുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, മദർ ടങ് യൂസ് ചെയ്യുക. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 132. ദ ബോയ് ലൈക്സ് പ്ലേയിങ് പസിൽസ് ഡാഷ് ദി കമ്പ്യൂട്ടർ. പ്രിപ്പോസിഷൻ ആണ് ഇൻ, ഓൺ, വിത്ത്, ഓവർ. ഏതായിരിക്കും ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്? ദ ബോയ് ലൈക്സ് പ്ലേയിങ് പസിൽസ് ഓൺ ദി കമ്പ്യൂട്ടർ ആണ്. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കേസിലൊക്കെ നമ്മൾ എന്താണ്, ഓൺ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓൺ എന്ന് പറഞ്ഞ ഒരു പൊസിഷൻ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 133. ചേഞ്ച് ഇൻ ടു പാസീവ്. എവരിവൺ എൻജോയ്സ് ലിസണിങ് ടു മ്യൂസിക്. അപ്പൊ എവരിവൺ എൻജോയ്സ് ലിസണിങ് ടു മ്യൂസിക് എന്ന് പറയുന്ന സെന്റൻസിലെ പാസീവിലേക്ക് ചേഞ്ച് ചെയ്യാൻ തന്നിട്ടുണ്ട്. മ്യൂസിക് ഡാഷ് ബൈ എവരിവൺ. അപ്പൊ നോക്കിക്കേ, ഇവിടെ എൻജോയ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. എവരിവൺ എൻജോയ്സ്. എൻജോയ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, സിമ്പിൾ പ്രസന്റ് ആണ്. പാസീവ് വോയിസ് എന്ന് പറയുമ്പോൾ ഒരിക്കലും എന്ത് വരില്ല, ടെൻസ് ചേഞ്ച് വരില്ല. അപ്പൊ സിമ്പിൾ പ്രസന്റിനെ നമ്മൾ പാസീവ് വോയിസിലോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് വരും, സബ്ജക്റ്റിനനുസരിച്ചിട്ട് ഈസ് അല്ലെങ്കിൽ എന്ത് വരും, ആറ് വരും അല്ലെ. അപ്പൊ ഇവിടെ മ്യൂസിക് എന്ന് പറയുന്നത് നമ്മളിവിടെ സിംഗുലർ ആയിട്ട് എഴുതുന്നതുകൊണ്ട് എന്ത് വരും, മ്യൂസിക് ഈസ് എൻജോയ്ഡ് ബൈ എവരിവൺ അല്ലെ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 134. He has submitted the report in time. He has submitted the report in time. Question tag ആണ്. ഏത് വരും? അപ്പൊ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഓക്സിലറി വേർബ് തന്നിട്ടുണ്ട്. ഹാസ് എന്ന് പറയുന്ന ഓക്സിലറി വേർബ് തന്നിട്ടുണ്ട്. സോ തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ടാഗ് എന്തായിരിക്കണം, നെഗറ്റീവ് ആയിരിക്കും അല്ലെ. സോ ഹാസ് ആൻഡ് ഹി എന്നുള്ളതാണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 135. I will put everything in a nutshell. This means dash. In a nutshell. രണ്ടാമത്തെ ഇഡിയം ആണ് അല്ലെ. ഇൻ എ നട്ട്ഷെൽ എന്ന് പറയുന്ന ഇഡിയം കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്? ഓപ്ഷൻസ് എന്താണ്? ഇൻ എ ബ്രീഫ് ആൻഡ് ഷോർട്ട് വേർ, ഇൻ എ ഡീറ്റെയിൽ മാനർ, ഇൻ ആൻ ഇലാബറേറ്റ് മാനർ, ഇൻ ആൻ എലക്വന്റ് മാനർ. ഏത് വരും? ഇൻ എ ബ്രീഫ് ആൻഡ് ഷോർട്ട് വേർ. അതാണ് കറക്റ്റ് ആൻസർ. നട്ട്ഷെൽ എന്ന് പറയുമ്പോൾ എന്താണ്, വളരെ ക്രിസ്പി ആയിട്ട് അല്ലെങ്കിൽ വളരെ എന്താണ്, പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കാര്യങ്ങൾ വളരെ ബ്രീഫ് ചെയ്ത് പറയുന്നതിനെയാണ് ഇൻ എ നട്ട്ഷെൽ എന്ന് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 136. ഇഫ് വി ഹാഡ് പ്രാക്ടീസ്ഡ് thoroughly dash. We will perform well, we would perform well,
വി വുഡ് ഹാവ് പെർഫോംഡ് വെൽ, വി ക്യാൻ ഹാവ് പെർഫോംഡ് വെൽ. എന്ത് വരും ആൻസർ? നമുക്കറിയാം ഹാഡ് പ്ലസ് V3 ആണ് അല്ലെ, ടൈപ്പ് 3 ആണ് ക്ലോസിൽ വരുന്നത്. ടൈപ്പ് 3 വരുമ്പോൾ എന്ത് പറയും? വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 വരും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ സി ആണ്. ഇഫ് വി ഹാഡ് പ്രാക്ടീസ്ഡ് thoroughly, we would have performed well. Okay. Question number 137. The newly introduced tax structure dash severe criticism. 4 വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് വേർഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. aroused, evolved, arisen, risen. ഏത് വരും? The newly introduced tax structure aroused severe criticism. Okay, aroused ആണ് ഇവിടെ ഏറ്റവും ആപ്റ്റ് ആയിട്ട് വരും. Okay, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 138. The unit of sound in a word is dash. ഇത് കുറച്ച് നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എപ്പോഴും യൂണിറ്റ് ഓഫ് സൗണ്ട്, ബേസിക് യൂണിറ്റ് ഓഫ് സൗണ്ട് എന്ന് പറഞ്ഞ ഫോണീമാണ് കൂടുതലായിട്ട്, അങ്ങനെയാണ് നമ്മൾ ചോദിച്ചു കാണിക്കുന്നത്. അല്ലെങ്കിൽ വേർഡ് ആണെങ്കിൽ മോർഫീമാണ് നമ്മൾ കാണുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ഫോണീമോ മോർഫീമോ ഒന്നും ആൻസറിലില്ല, പകരം എന്താണ്? അതൊന്നും ഇല്ലാതെ സ്ട്രെസ്, സിലബിള്, ലെറ്റർ, ഹോമോഫോൺ ഇതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് യൂണിറ്റ് ഓഫ് സൗണ്ട് ഇൻ എ വേർഡ് എന്ന് പറയുന്നത്? എന്താണ്? ബേസിക് യൂണിറ്റ് ഓഫ് സൗണ്ട് എന്ന് പറയുന്ന ഫോണീമാണ്. അതിന്റെ കുറച്ചുകൂടി ഒരു ഹയർ ടേം ആണ് എന്ന് പറയുന്നത് സിലബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ യൂണിറ്റ് ഓഫ് സൗണ്ട് എന്ത് തന്നെയാണ്? സിലബിൾ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 139. എവറി ഡേ ഷീ ഡാഷ് ഏർലി ഇൻ ദി മോർണിംഗ് ആൻഡ് പ്രാക്ടീസസ് യോഗ. നമുക്കത് വായിക്കുമ്പോൾ തന്നെ അറിയാം എന്താണ്? ഹാബിറ്റുമായിട്ട് ബന്ധം, അല്ലെ ഹാബിറ്റിനെ കാണിക്കുന്ന ഒരു ആക്ഷൻ ആണ് അല്ലെ. നമ്മളെ ഹാബിറ്റ്സിനെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ഏത് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോ ഏത് വരും? ഓപ്ഷൻ ബി വരും അല്ലെ, വേക്സ് വരും. എവറി ഡേ ഷീ വേക്സ് ഏർലി ഇൻ ദി മോർണിംഗ് ആൻഡ് പ്രാക്ടീസസ് യോഗ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 140. Don't leave the windows open, please. The language function highlighted here. ഇപ്പൊ ഇവിടുത്തെ ലാംഗ്വേജ് ഫംഗ്ഷൻ ഏതാണ്? ഇവിടെ നമുക്ക് വേഗം ഐഡന്റിഫൈ ചെയ്യാം, കാരണം ഇവിടെ പ്ലീസ് എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ട് അല്ലെ. പ്ലീസ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ്? റിക്വസ്റ്റിനെ സൂചിപ്പിക്കാനായിട്ടാണ്. പ്ലീസ് ഗിവ് യുവർ പെൻ. നമ്മൾ എന്താ റിക്വസ്റ്റ് ചെയ്യാണ്? പെൻ ഇങ്ങോട്ട് തരുമോ, അല്ലെ പേന തരുമോ എന്ന് ചോദിക്കുന്നത്. അപ്പൊ പ്ലീസ് എന്ന വേർഡ് വെച്ച് നമുക്ക് വേഗം ഐഡന്റിഫൈ ചെയ്യാം ഇത് എന്താണ്? ഇറ്റ്സ് എ റിക്വസ്റ്റ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. Question number 141. He dashed for civil service examination for 5 years. Again, ടെൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. He dashed for civil service examination for 5 years. 5 വർഷമായിട്ട് അയാൾ സിവിൽ സർവീസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. ഏത് ടെൻസ് ആയിരിക്കും വരുന്നത്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും അല്ലെ. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ ഒരു കീവേഡ് ഉണ്ട് ഫോർ. ഫോറും സെൻസും ഒക്കെ മിക്കവാറും നമ്മൾ ഏത് കേസിലാണ്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അല്ലെ. ഏത് വരും ആൻസർ? ഹാസ് ബീൻ പ്രിപ്പയറിംഗ്. ഹി ഹാസ് ബീൻ പ്രിപ്പയറിംഗ് ഫോർ സിവിൽ സർവീസ് എക്സാമിനേഷൻ ഫോർ 5 years. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 142. The word opposite in meaning to concrete is dash. നമ്മൾ ഐഡിയാസ്, കോൺക്രീറ്റ് ഐഡിയാസ്, ആബ്സ്ട്രാക്ട് ഐഡിയാസ് എന്ന് പറയും അല്ലെ. അപ്പൊ കോൺക്രീറ്റിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർഡ് ഏതാണ്? ആബ്സ്ട്രാക്ട് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 143. Which of the following is not an example for a language discourse? പെഡഗോജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ലാംഗ്വേജ് ഡിസ്കോഴ്സിന് എക്സാമ്പിൾ അല്ലാത്ത നമ്മൾ നോട്ടീസ്, പോയം, ലെറ്റർ റൈറ്റിംഗ്, ഡയറി എൻട്രി, റിപ്പോർട്ട്, ഇതെല്ലാം എന്താണ്? ലാംഗ്വേജ് ഡിസ്കോഴ്സിന് എക്സാമ്പിൾസ് ആണ് അല്ലെ. കുട്ടികൾക്ക് നമ്മൾ എഴുതാൻ കൊടുക്കുന്ന വർക്കുകളെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ലാംഗ്വേജ് ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ വരാത്തത് ഏതാണ്? ഫ്രേസ് ആണ് വരുന്നത് അല്ലെ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലെറ്റ്സ് ഫിനിഷ് ദ പ്രോജക്ട് ഡാഷ് നെക്സ്റ്റ് മന്ത്. എഗെയിൻ പ്രിപ്പോസിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ലെറ്റ്സ് ഫിനിഷ് ദ പ്രോജക്ട് ഡാഷ് നെക്സ്റ്റ് മന്ത്. എന്തായിരിക്കും? നെക്സ്റ്റ് മന്ത്, അടുത്ത മാസം എന്നുള്ളത്. അപ്പൊ എന്ത്? ബൈ നെക്സ്റ്റ് മന്ത് എന്ന് പറയും അല്ലെ. ബൈ എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? അടുത്തത്, നിയർ എന്നുള്ള ഒരു അർത്ഥവും കൂടി വരുന്നുണ്ട് ബൈ. ഓക്കെ. അടുത്തത്, പിക്ക് ഔട്ട് ദ റോങ്ലി സ്പെൽഡ് വേർഡ്. 4 വേർഡ്സ് വന്നിട്ടുണ്ട്. അതിൽ മിസ്റ്റേക്കൺ ആയിട്ടുള്ളത് ഏതാണ്? സെപ്പറേറ്റ് കറക്റ്റ് ആണ്, റിലീവ് കറക്റ്റ് ആണ്, എക്സസീവ് കറക്റ്റ് ആണ്, അറ്റൻഡൻസ് ആണ് അല്ലെ. ATTENDANCE ആണ് അറ്റൻഡൻസ് എന്ന് പറഞ്ഞത്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 146. ദ സ്കൂൾ ഈസ് 3 kilometers away from here. അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇവിടെ എന്താണ്? 3 kilometers ഒരു ഡിസ്റ്റൻസ് ആണ് കാണിക്കുന്നത് അല്ലെ. അപ്പൊ ഡിസ്റ്റൻസിനെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ എപ്പോഴും എന്താണ്? ഹൗ ഫാർ എന്നാണ് ചോദിക്കുന്നത്. ഈ സെയിം ക്വസ്റ്റ്യൻ അല്ല, ഇതേ മോഡൽ ക്വസ്റ്റ്യൻ പ്രീവിയസ് ആയിട്ട് നോർമൽ കാറ്ററ്റ് എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഓർത്തിരിക്കുക, എപ്പോഴും ഡിസ്റ്റൻസിനെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ എന്താണ്? ഹൗ ഫാർ, ഇവിടുന്ന് എത്ര ദൂരമുണ്ട് അല്ലെ, എത്ര ദൂരം എന്നുള്ളതിന് ഹൗ ഫാർ എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഹൗ ഫാർ ഈസ് ദ സ്കൂൾ ഫ്രം ഹിയർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഡാഷ് യു പ്രിഫർ, ടീ ഓർ കോഫി? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അധികം ആരും തെറ്റിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം. കാരണം എന്താണ്?
വാട്ട് വുഡ് യു പ്രിഫർ, ടീ ഓർ കോഫി? എപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. വാട്ട് വുഡ് യു പ്രിഫർ, ടീ ഓർ കോഫി? ടീ ആണോ കോഫി ആണോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്? ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 148. ഡാഷ് ഐ ഗെറ്റ് എ റിപ്ലൈ നൗ പ്ലീസ്. യെസ് ഓഫ് കോഴ്സ്. ഇപ്പൊ എന്താണ് ഡാഷ് ഐ ഗെറ്റ് എ റിപ്ലൈ നൗ പ്ലീസ്? ആ പ്ലീസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, അതൊരു റിക്വസ്റ്റ് ആണ്. അപ്പൊ റിക്വസ്റ്റ് മേക്കിങ്ങിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിലറി വെർബ് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? മസ്റ്റ് ആണോ, ഷുഡ് ആണോ, നീഡ് ആണോ, മേ ആണോ വരുന്നത്? ഏതായിരിക്കും? മേ ആണ് അല്ലെ. നമ്മൾ കുഡും വുഡും ഒക്കെ റിക്വസ്റ്റ് മേക്കിങ്ങിന് യൂസ് ചെയ്യും. അതേപോലെ തന്നെ എന്താണ്, മേയും റിക്വസ്റ്റിനായിട്ട് യൂസ് ചെയ്യും. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മേ ഐ ഗെറ്റ് എ റിപ്ലൈ നൗ പ്ലീസ്? യെസ് ഓഫ് കോഴ്സ്. ഓക്കെ. അങ്ങനെ ക്വസ്റ്റ്യൻ നമ്പർ 149. ആസ് എ റിസൾട്ട് ഓഫ് ഡാഷ് കമ്മ്യൂണിക്കേഷൻ ദർ ഡെവലപ്ഡ് എ കോൺഫ്ലിക്ട്. കമ്മ്യൂണിക്കേഷൻ എന്തായിരിക്കും? മിസ്അണ്ടർസ്റ്റുഡ് ആയി കാണും അല്ലെ. സ്പോണ്ടേനിയസ് അല്ല, സ്പീഡി അല്ല, ഇഫക്റ്റീവ് അല്ല. കമ്മ്യൂണിക്കേഷൻ മിസ്അണ്ടർസ്റ്റുഡ് ആയതുകൊണ്ടാണ് അവിടെ എന്തുണ്ടായത്? ഒരു കോൺഫ്ലിക്ട് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ. അങ്ങനെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ദാറ്റ് ഡീൽസ് വിത്ത് ദി ഒറിജിൻ ആൻഡ് ഹിസ്റ്ററി ഓഫ് വേർഡ്സ് ഇസ് ഡാഷ്. അപ്പം വേർഡ്സിന്റെ ഒറിജിനെയും ഹിസ്റ്ററിയെയും കുറിച്ച് ഡീൽ ചെയ്യുന്ന ബ്രാഞ്ച് ഓഫ് ബ്രാഞ്ച് ഓഫ് സ്റ്റഡിക്ക് എന്ത് പേര് പറയും? മോർഫോളജി, ലിംഗ്വിസ്റ്റിക്സ്, ഫോണറ്റിക്സ്, എറ്റിമോളജി. ഏതാണ് വരുന്നത്? എറ്റിമോളജി ആണ് അല്ലെ. ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ദാറ്റ് ഡീൽസ് വിത്ത് ഒറിജിൻ ആൻഡ് ഹിസ്റ്ററി ഓഫ് വേർഡ്സ് എന്ന് പറയുന്നത് ഏതാണ്? എറ്റിമോളജി ആണ്. മോർഫോളജി നമുക്കറിയാം എന്താണ്? ഒറിജിൻ ഓഫ് വേർഡ്സ്, ഹൗ വേർഡ്സ് ഇസ് ഫോംഡ്. വേർഡ്സിന്റെ ഫോർമേഷനെ കുറിച്ച് പഠിക്കുന്നതാണ് മോർഫോളജി എന്ന് പറയുന്നത്. ലിംഗ്വിസ്റ്റിക്സ് ആണെങ്കിലോ സ്റ്റഡി ഓഫ് ഡിഫറെന്റ് ലാംഗ്വേജസ് അല്ലെ. ഫോണറ്റിക്സ് ആണെങ്കിൽ സ്റ്റഡി ഓഫ് സൗണ്ട്സ്, അതാണ് ഫോണറ്റിക്സ് എന്ന് പറയുന്നത്. എറ്റിമോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിൻ ആൻഡ് ഹിസ്റ്ററി ഓഫ് വേർഡ്സ്, അതിനെ കുറിച്ചുള്ള സ്റ്റഡിക്കാണ് എറ്റിമോളജി. ഓക്കെ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് 30 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ എല്ലാവരും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.